+2 ഇംഗ്ലീഷ് യൂണിറ്റ് 1 ലെസൺ 1 3 L's ഓഫ് എംപവർമെൻറ്റ് അതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതിനോടകം നിങ്ങൾ ഈ ലെസൺ പഠിച്ചു കാണും. അപ്പോൾ ഈ ലെസണിൽ കൂടുതലായിട്ട് എന്താണ്, അല്ലെങ്കിൽ ഈ ലെസണിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ ഈ ചാപ്റ്റർ ഒന്നുകൂടി നന്നായിട്ട് റിവൈസ് ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ ഫുൾ മാർക്ക് വാങ്ങിക്കാം എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ വെറുതെ കേട്ടിരുന്നാൽ പോരാ, പറയുന്ന കാര്യങ്ങൾ ഓർത്തു വച്ചാൽ പോരാ, നിങ്ങളത് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് വരുന്നത്. എസ് എ ആയിട്ട് തന്നെ 8 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. 120 വേർഡ്സ് നിങ്ങൾ എഴുതേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എസ് എ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ ചുമ്മാ വാസ്, ഹീ, ഷീ, വെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതാതെ നിങ്ങൾ പുതിയ വാക്കുകൾ, നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെയുണ്ട് പുതിയ വാക്കുകൾ. അപ്പം പറയുന്നത് എങ്ങനെയെന്നറിയോ, ഓരോ സെൻറ്റൻസും, ഈ ലെസണിൽ പറഞ്ഞിരിക്കുന്ന ഓരോ സെൻറ്റൻസും നന്നായിട്ട് പഠിക്കുക. അതായത് ടെക്സ്റ്റ് ഫുൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ കിട്ടുന്ന പുതിയ വാക്കുകൾ പഠിക്കുക. അതാണ് ഇറ്റ് ഈസ് ഓൺലി വേ ടു ഇൻക്രീസ് യുവർ വൊക്കാബുലറി. എന്താണ്, പുതിയ വാക്കുകൾ പഠിക്കുക. ആ പഠിക്കുന്ന വാക്കുകൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് എഴുതി നോക്കുക. പണ്ട് നിങ്ങൾ 10ഉം 15ഉം പ്രാവശ്യം എഴുതി പഠിച്ചിരുന്നത് പോലെ അങ്ങനെ അത്രയും പ്രാവശ്യം ഒന്നും എഴുതേണ്ട, ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ വാക്ക് പിന്നെ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ പുസ്തകത്തിൻ്റെ അടുത്ത് ഈ നോട്ട്ബുക്കും കൂടി ഒരു പെൻസിലോ ഒരു പേനയുടെ കഷ്ണമോ ഒക്കെ എടുത്തു വെച്ച് ഇരിക്കുക. അപ്പോൾ ആ വാക്കുകൾ, പുതിയതായിട്ടുള്ള വാക്കുകൾ എഴുതി പഠിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും. പിന്നെ എന്താണ്, ഞാൻ ചെറിയ കുറച്ച് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. വലിയ ആൾക്കാർക്ക് പോലും പെട്ടെന്ന് നമുക്ക്, ഇപ്പോൾ എത്രയോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ചില വാക്കുകളൊന്നും പെട്ടെന്ന് കിട്ടുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ, ചെറിയ വാക്കുകളുണ്ട്. സിഗ്നിഫൈസ്, പ്രാധാന്യം, അപ്ബ്രിങ്ങിങ്, ഉയർത്തിക്കൊണ്ടുവരിക, പിന്നെ ഇഗ്നോർ, അവഗണിക്കുക. ഇപ്പോൾ ഇതുപോലെയുള്ള വാക്കുകളൊക്കെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇഷ്ടം പോലെ നിങ്ങൾക്ക് നല്ല വൊക്കാബുലറി നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. അതൊക്കെ ഓരോന്ന് ഒന്ന് എഴുതി പഠിക്കുക. പിന്നെ എന്താണ്, ഹെർ റോൾ ആസ് എ മദർ, വൈഫ്, ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഞാനൊരു ടിപ്പ് തന്നിരിക്കുന്നതാണ് എന്തെങ്കിലുമൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ മോസ്റ്റ് ക്രൂഷ്യൽ ആസ്പെക്ട് ഫോർ ദ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ദ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എഴുതാം. പിന്നെ എംപവർ വിമൻ ബൈ വേരിയസ് സ്കീംസ് ലൈക്ക് കുടുംബശ്രീ, ഷീ ടാക്സ്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ദ ലെസൺ ഈ കുടുംബശ്രീ, ഷീ ടാക്സി അതുപോലെയുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ്, ഹൗ ക്യാൻ വി അപ്ബ്രിങ് ദ സ്റ്റേറ്റസ് ഓഫ് വിമൻ ഇൻ ഇന്ത്യ ഓർ വിമൻ ആസ് എ ഹോൾ ഓർ വിമൻ ഇൻ കേരള, അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പോൾ ഈ കുടുംബശ്രീ എന്നൊക്കെ പറയുന്ന ആ സിസ്റ്റമൊക്കെ ഇപ്പോൾ ഒത്തിരിയേറെ ഡെവലപ്പായി വരുന്നുണ്ട്. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബേസിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത. അപ്പോൾ ഈ സെൻറ്റൻസസ്, അതായത് എംപവർ വിമൻ ബൈ വേരിയസ് സ്കീംസ്, പിന്നെ എന്താ, അതൊക്കെ നിങ്ങൾ ആഡ് ചെയ്യുക. പിന്നെ വി നീഡ് ടു ചേഞ്ച് ദിസ് പിക്ചർ. എന്താണ്, അപ്പം അത് ഒരു സെൻറ്റൻസ് ഞാൻ തന്നിട്ട് നിങ്ങൾക്ക് ഓരോ എക്സാമ്പിൾ സെൻറ്റൻസ് തന്നിരിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് എസ്സേയിൽ ആഡ് ചെയ്യാവുന്ന ചില സെൻറ്റൻസസ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്കറിയാം വിമൻ്റെ പൊസിഷൻ എന്താണ്. ഒത്തിരി വിമൻ ഒത്തിരി സഫർ ചെയ്യുന്നുണ്ട്. അവർ വീട്ടിൽ തന്നെയാണ്, വീടിൻ്റെ 4 കോർണേഴ്സ് വിത്തിൻ എ വാൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അപ്പോൾ വി നീഡ് ടു ചേഞ്ച് ദിസ് പിക്ചർ, ഈ ചിത്രം മാറ്റണം. അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസസ് ഒക്കെ നിങ്ങൾ എഴുതുക. ഇതൊക്കെ ഒന്ന് ബൈ ഹാർട്ട് ആക്കുക. പിന്നെ ദേ ആർ സ്റ്റക്ക് ഇൻ ലോ, 2 ലോ വന്നിട്ടുണ്ട് കേട്ടോ, അത് നിങ്ങൾ മാറ്റിക്കളയുക. ദേ ആർ സ്റ്റക്ക് ഇൻ ലോ വേജ്, ലോ സ്റ്റേറ്റസ് ആൻഡ് ലോ സെക്യൂരിറ്റി ജോബ്സ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ, അത് ടെക്സ്റ്റിൽ അതേപടിയുള്ള സെൻറ്റൻസ് ആണ്, അതൊക്കെ നിങ്ങൾ അതേപടി തന്നെ എഴുതണം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ എലിമിനേറ്റ് ജെൻഡർ ഗ്യാപ്പ്, പുരുഷനോ സ്ത്രീയോ എന്നുള്ള അസമത്വം ഇല്ലാതാക്കുക. ഇന്നിക്വാളിറ്റി അല്ലേ, ഇന്നിക്വാളിറ്റി വേണ്ട, ഇക്വാളിറ്റിയാണ്. ജെൻഡർ ഗ്യാപ്പ് എന്ന് പറയുന്നതാണ് മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ള വ്യത്യാസം ഇല്ലാതാക്കുക. പിന്നെ റെക്കഗ്നൈസ് ദെയർ പൊട്ടൻഷ്യൽ, സാധ്യതകൾ തിരിച്ചറിയുക. ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒരിക്കലും മറക്കരുത്, ഈ വാക്കുകളും ഈ സെൻറ്റൻസൊന്നും. അപ്പോൾ അതൊക്കെ മസ്റ്റായിട്ട് നിങ്ങൾ എഴുതുക. പിന്നെ അങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ എഴുതിയിരിക്കുന്ന വാക്കുകളൊന്ന് അണ്ടർലൈൻ കൂടി ചെയ്യുക, ചെറുതായിട്ട് അണ്ടർലൈൻ ചെയ്യുക എക്സാമിന്. അപ്പോൾ പെട്ടെന്ന് എക്സാമിനേഴ്സിന് കാണുമ്പോൾ മനസ്സിലാകും ഈ കുട്ടി ഒരു നല്ല സ്റ്റുഡൻ്റാണ്, അല്ലെങ്കിൽ നന്നായിട്ട് എഴുതാൻ കഴിയുന്ന ആളാണെന്ന് അറിയാതെ തന്നെ മാർക്ക് വീണ് പോകും. ഓക്കെ, അപ്പം
അടുത്ത നോക്കി, ഇതൊക്കെ നിങ്ങൾക്ക് ഒന്ന് കോട്ട് ചെയ്യാവുന്നതാണ്. കോഡ് ഓഫ് മനു, ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി, മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നതാണ്, പണ്ട് പറഞ്ഞതാണ്. സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നുള്ള ഒരു, അതൊക്കെ ഇപ്പോൾ ഉണ്ടോ? ഇപ്പോൾ ആരോടെങ്കിലും പറഞ്ഞാൽ ഇതൊക്കെ നടക്കുമോ? ഇല്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ എഴുതണം. ദിസ് ഹാസ് നോ റെലവൻസ് ഇൻ മോഡേൺ സൊസൈറ്റി. ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ഇതിന് എന്തെങ്കിലും റെലവൻസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ആഡ് ചെയ്യുക. പിന്നെ ഈ വാക്കുകളൊക്കെ എടുക്കുക. ലാക്ക് ഓഫ് കോൺഫിഡൻസ്, മൈൻഡ് സെറ്റ്, ഇൻട്രസ്റ്റ്, കൺസെൻസസ്, ഇതെല്ലാം നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതാണ്. ഈ വാക്കുകൾ ഒന്നും നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. ഇപ്പം തന്നെ ഒന്ന് എഴുതി നോക്കുക. ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസമില്ലായ്മ. പിന്നെ മൈൻഡ് സെറ്റ്, ഇൻട്രസ്റ്റ്, കൺസെൻസസ്. അപ്പോൾ ഈ വാക്കുകളൊക്കെ നിങ്ങൾ പഠിക്കണം. അത് പഠിച്ചാൽ പോരാ, അത് അപ്ലൈ ചെയ്യണം. ഓർത്തിരുന്ന് നിങ്ങളുടെ എക്സാം പേപ്പറിൽ എഴുതണം. പിന്നെ ദേ ഷുഡ് സെറ്റപ്പ് ആൻഡ് ടേക്ക് റിസ്ക്. ഇതൊക്കെ നിങ്ങൾക്ക് ഇതുകൊണ്ട് അവർ മുന്നോട്ട് വരികയും റിസ്ക് എടുക്കാൻ തയ്യാറാവുകയും വേണം. ഇപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾ എസ്സേയിൽ ആഡ് ചെയ്യുക. പിന്നെ ഡെയർ ദ ഡിഫറൻസ്, മാറ്റത്തിന് തയ്യാറാവുക. പിന്നെ പ്രൊമോട്ട് ഓപ്പർച്യൂണിറ്റീസ്, ബിൽഡപ്പ് കോൺഫിഡൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ റൈസ് ദം ടു ദ റെൽം ഓഫ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി, ഇപ്പോൾ ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ചുമ്മാ കിടക്കട്ടെ അല്ലേ. റൈസ് ദം ടു ദ റെൽം ഓഫ് ഈക്വൽ ഓപ്പർച്യൂണിറ്റിയുടെ ഒരു മണ്ഡലത്തിലേക്ക് അവരെ ഉയർത്തുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഈ എസ്സേയിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. നന്നായിട്ട് വൊക്കാബുലറി ഉണ്ടാക്കാൻ നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. പുതിയ വാക്കുകൾ അണ്ടർലൈൻ ചെയ്യുക. പുതിയ വാക്കുകൾ ഒരു പ്രാവശ്യമെങ്കിലും എഴുതി പഠിക്കുക. പിന്നെ ഈ വാക്കുകളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇതിനകത്തുനിന്ന് വരുന്ന പോസിബിൾ ക്വസ്റ്റ്യൻസ് ആണ്. വൈ ഡു വി മേക്ക് സ്പീച്ചസ്? പിന്നെ വൈ ഷുഡ് വിമൻ ഷുഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺ? ഡിസ്കസ്. ഇത് മിക്കവാറും എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. ദ റോൾ ഓഫ് വിമൻ ഇൻ ബിൽഡിംഗ് അപ്പ് എ സ്ട്രോങ് നേഷൻ, ഇതും വരാൻ ചാൻസ് ഉള്ളതാണ്. വിമൻ സംടൈംസ് ലാക്ക് കോൺഫിഡൻസ് ടു മാച്ച് ദെയർ കോൺഫിഡൻസ്, വാട്ട് ഡു യു സേ? നിങ്ങളുടെ അഭിപ്രായം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്തിട്ട് ഇൻ മൈ ഒപ്പീനിയൻ എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കൊക്കെ ചേർക്കുക. പിന്നെ കൺക്ലൂഷനായിട്ടും ഫ്രം ദ എബൌ ഡിസ്കഷൻ ഐ ഫീൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ലെസൻ്റെ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന ലെസൻ്റെ ഒരു നട്ട്ഷെൽ. ഇത്രയാണ്. അപ്പോൾ നിങ്ങൾ ഇത് നന്നായിട്ട് ഒന്നുകൂടി നോക്കുക, പഠിക്കുക. പിന്നെ ഇനി നിങ്ങൾക്ക് വേണ്ട എന്താണെന്നറിയോ, ഇത്രയും നാൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തു. ഇനി വേണ്ടത് സ്മാർട്ട് വർക്കാണ്. ഹാർഡ് വർക്കല്ല, സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ടൈം മാനേജ് ചെയ്യുക, വൊക്കാബുലറി. ഇപ്പം പ്രധാനപ്പെട്ട കാര്യം ടൈം നിങ്ങൾ മാനേജ് ചെയ്യുക. എത്ര സമയം കൊണ്ട് എത്ര ആൻസർ എഴുതാൻ പറ്റും, ഒരു എസ്സേ എഴുതാൻ എത്ര സമയം വേണമെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. നമ്മൾക്ക് എസ്സേ എഴുതാൻ സമയം കിട്ടാത്തതിൻ്റെ കാര്യം, സംഗതികളൊക്കെ അറിയാം, പക്ഷേ വാക്കുകൾ കിട്ടുന്നില്ല. അതല്ലേ പ്രശ്നം? അപ്പോൾ അങ്ങനെ പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാനായിട്ട് നോക്കേണ്ടത്. വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? പുതിയ വാക്കുകൾ 10 പ്രാവശ്യം ഒന്നും എഴുതി പഠിക്കണം. ഒരു പ്രാവശ്യം നിങ്ങൾ എഴുതിയാൽ മതി. നിങ്ങൾ ആ ടെക്സ്റ്റ് വായിക്കുമ്പോൾ വായിക്കുക. അല്ലാതെ ഗൈഡ് വായിക്കുന്നുണ്ടെന്നല്ല പറഞ്ഞത്. ഗൈഡും ടെക്സ്റ്റും എന്ത് വായിച്ചാലും നിങ്ങൾ അവിടെ വരുന്ന പുതിയ വാക്കുകൾ ഒരു പ്രാവശ്യം എഴുതുക കേട്ടോ. അത് നിങ്ങൾ മറക്കരുത്. ആ ഒരു പ്രാവശ്യം എഴുതിയാൽ നിങ്ങളത് ശരിക്കും ഓർത്തിരിക്കും. കാരണം ഇപ്പോൾ ഇത്ര നാൾ നിങ്ങളിങ്ങനെ എഴുതി പഠിക്കുന്ന ഒരു ശീലമില്ലായിരുന്നു. അത് 2ാം 3ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളത് ഉപേക്ഷിച്ചു. ഇപ്പം ഇനി വീണ്ടും നിങ്ങൾ ഒന്നുകൂടി അത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ ആ പണ്ടത്തെ സ്വഭാവം എടുക്കുക. ഏതാണ്? എഴുതി പഠിക്കുക എന്നുള്ള ആ സ്വഭാവം. അപ്പം നിങ്ങളുടെ വൊക്കാബുലറി ഓട്ടോമാറ്റിക്കലി വിൽ ഇൻക്രീസ് ആൻഡ് യു ക്യാൻ സ്കോർ ഫുൾ മാർക്ക്. അപ്പോൾ ഈ ഫോക്കസ് ഏരിയ തന്നിരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫുൾ മാർക്ക്, അപ്പോൾ ഈ ഫോക്കസ് ഏരിയ തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ഈ എക്സാമിനേഴ്സിൻ്റെ പേപ്പർ ചെക്ക് ചെയ്യുന്നത് അത്ര സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. പുതിയ വാക്കുകൾ ഒരു തവണയെങ്കിലും എഴുതി പഠിക്കണം. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി, പ്രീതിയുടെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, അപ്പോൾ പുതിയ വാക്കുകൾ എഴുതി പഠിക്കുക. അപ്പോൾ നമുക്കിത് നിർത്താം. ഓൾ ദ ബെസ്റ്റ് ഡിയർ സ്റ്റുഡൻസ്.